ഹായ് ഫ്രണ്ട്സ്, എക്സോട്ടിക് പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അടുത്ത യാത്രയുടെ പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ അടുത്ത യാത്ര കൺഫേമായി മേഘാലയയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇടയ്ക്കൊരു യൂട്യൂബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് ഉള്ള കാര്യം ചോദിച്ചിട്ടുള്ളൊരു പോളായിരുന്നു. അതായത് മേഘാലയ, ഹരിഹർ ഫോർട്ട്, മഹാരാഷ്ട്രയിലെ ഹരിഹർ ഫോർട്ട്, മേഘാലയ, പിന്നെ ശ്രീലങ്ക, ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വോട്ട് ചെയ്തത് മേഘാലയ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു എൻ്റെ യാത്ര കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പോൾ തന്നെ ഇട്ടത്. കാരണം കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് മാത്രം. സോ അങ്ങനെ മേഘാലയയിലേക്കാണ് അടുത്ത യാത്ര. സോളോ ട്രിപ്പ് തന്നെയാണ്. പിന്നെ ഇതുവരെ കണ്ടതുപോലെ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത്, ഇവിടെ നിന്ന് നേരെ ഒരു വണ്ടി കയറി അവിടെ പോവുക, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ള രീതിയിലല്ല യാത്ര പോകാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ലിഫ്റ്റൊക്കെ അടിച്ചും ഹിച്ച് ഹൈക്കിങ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫണ്ട് കുറവാണ്. കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവൽ ചെയ്യുന്നത്. അപ്പം നിരന്തരം ഇപ്പോൾ കുറച്ച് യാത്രകളൊക്കെ വന്നുകൊണ്ട് തന്നെ ഒരുപാട് ഫണ്ടൊക്കെ അതിനുവേണ്ടി ചിലവായി. സോ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഞാൻ ഇതുവരെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്നും കുറച്ച് ഫണ്ട് എനിക്ക് വരാനുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റിംഗ്. അത് വന്നാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഇത് ഉണ്ടാവുള്ളൂ. സോ അതിനുശേഷം എത്രയും പെട്ടെന്ന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ ഞാൻ എന്തായാലും യാത്ര തുടങ്ങും. അപ്പോൾ വളരെ ദൈർഘ്യം കൂടിയൊരു യാത്ര കൂടിയാണ് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേറൊന്നും വേണ്ട, എല്ലാവരും വീഡിയോസ് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് നമ്മുടെ യാത്രകൾ എത്തിക്കുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാ യാത്രകളും ചെയ്യാറുള്ളത്. പിന്നെ യാത്രയോട് അതിയായൊരു ആഗ്രഹം ഉണ്ട്. സോ ഇന്ത്യ മുഴുവൻ കാണണമെന്നുണ്ട്. ആദ്യം ഇന്ത്യ മുഴുവൻ കാണണം, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പുറത്തുള്ള കാഴ്ചകളിലേക്ക് എത്തണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ നേപ്പാളിലെ യാത്ര ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് കണ്ടവർക്കറിയാം. ഞാൻ എൻ്റെ ചാനലിൽ സോളോ ട്രിപ്പ് പോയിട്ടുള്ള, ഊട്ടിയിലേക്ക് സോളോ ട്രിപ്പ് പോയി ബൈക്കിൽ, പിന്നെ ഇടുക്കിയിലേക്ക് പോയി, പിന്നെ പണ്ടൊരു യാത്ര ചെയ്ത് അമൃത്സറിലേക്കായിരുന്നു, അത് 2 പേരുണ്ടായിരുന്നു. പിന്നെ നേപ്പാളിലേക്ക് ഒരു 15 ദിവസം എടുത്തുള്ളൊരു യാത്ര, ഒരു 8000 രൂപ ചിലവിൽ ഒരു 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നൊരു യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോസ് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, കയറി നോക്കുക. പിന്നെ കഴിഞ്ഞ മാസം കാശ്മീരിലേക്ക് പോയി. കാശ്മീർ, ആഗ്ര, ഡൽഹിയൊക്കെ പോയിട്ട് വന്നു. അതിൻ്റെ ബഡ്ജറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 7,500 രൂപ ഫുൾ ചിലവിൽ. ഇപ്പോൾ കാശ്മീർ മാത്രമാണെങ്കിൽ നമുക്കൊരു 6,000 രൂപയ്ക്ക് വരെ പോയിട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക്, അതായത് നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇനി അടുത്ത് പോകാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ മേഘാലയയിലേക്ക്. ഇപ്പോൾ മേഘാലയ മാത്രമല്ല, മേഘാലയയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പോകുന്ന സംസ്ഥാനങ്ങളിലൂടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഈ യാത്രയിൽ കാണാൻ പറ്റും. വളരെ ദൈർഘ്യം കൂടിയൊരു യാത്രയാണ്. എന്തായാലും ഞാൻ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എന്തായാലും ഇറങ്ങും. എന്ന് തിരിച്ചു വരുമെന്ന് ഇപ്പോഴേ പറയാൻ പറ്റില്ല. നല്ല ദൈർഘ്യം കൂടിയൊരു യാത്രയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് പ്ലാൻ മാറി വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം പോകും. അത് ഫണ്ടുള്ള പോലെ. ഓക്കെ, അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ടെൻ്റ് എടുക്കുന്നുണ്ട്. ടെൻ്റ് അടിച്ചൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അല്ലാതെ റൂമൊന്നും എടുക്കുന്നൊന്നുമില്ല. ടെൻ്റ് അടിച്ച് കിടക്കുക, ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യുക, പിന്നെ ഫുഡിനുള്ള എക്സ്പെൻസ് മാത്രം നമ്മൾ കയ്യിൽ കരുതണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 0 എക്സ്പെൻസിലാണ് ഞാൻ കൂടുതലും ഇപ്പോൾ ഇത്തവണ യാത്ര ചെയ്യാൻ പോകുന്നത്. ഫുഡിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇതവിടെ അച്ചുണ്ട്, എൻ്റെ അച്ചു വാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചൂട്ടാ, അച്ഛൻ്റെ കണ്ണിന് ഇതുവരെ ഇടയ്ക്ക് കണ്ണുനീര് വരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളമായി. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസം നോക്കി, എന്നിട്ട് കുറയാത്തതുകൊണ്ട് ഇപ്പം മരുന്നൊക്കെ വാങ്ങിച്ച് ഒഴിച്ചു കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു കറുത്ത കളർ കണ്ടില്ലേ, ഇതിങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നിട്ട് അങ്ങനെ ആ ഒരു രോമം മാത്രം ഇങ്ങനെ കറുത്ത് കളറിൽ കാണുന്നതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുള്ളതല്ല. നല്ല ചൂടാണ് നാട്ടിലിപ്പോൾ, നല്ല ചൂടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മേഘാലയയിലേക്ക് തന്നെ യാത്ര പോകുന്നത്. കാരണം വെച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 ഡിഗ്രിക്കും 20 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 22 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ടെമ്പറേച്ചർ. നല്ല സുഖമുള്ള ക്ലൈമറ്റാണ്. ഇപ്പം ഏപ്രിലാണ്, നല്ല ക്ലൈമറ്റാണ്. ഇനി അടുത്ത മാസം മുതൽ മഴ തുടങ്ങും. അപ്പോൾ ഒരു മെയ് പകുതിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര മഴയായിരിക്കും. മഴ തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും അങ്ങനെ തന്നെയാണ്. മഴ തുടങ്ങി കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും കുറച്ച് ദിവസം. അപ്പോൾ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഒന്നാണ് ഈ മേഘാലയ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല പ്ലസൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടുത്തെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും പറ്റും. അപ്പോൾ ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അച്ചുവിൻ്റെ കാര്യം ഓർത്തത്. കാരണം അച്ചുവിന് നല്ല ചൂടായതുകൊണ്ട്, ഇപ്പോൾ പട്ടികൾക്കൊക്കെ കണ്ടില്ല, അവർ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ പരമാവധി അവരെ ആഴ്ചയ്ക്കൊരിക്കൽ കുളിപ്പിക്കുക. അതോടൊപ്പം തന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഉച്ച സമയത്തൊക്കെ വെള്ളം നനച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ 2-3 ദിവസം കൂടുമ്പോൾ കൂടിനകത്ത് കയറ്റിടാനും വെള്ളം നനച്ച് കൊടുക്കും. അപ്പോൾ അവന് കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തനൊക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പോടെ തന്നെ കൊടുക്കും. അതാകുമ്പോൾ അവർക്ക് ചൂടിനൊരു ആശ്വാസം കിട്ടും. ചൂട് ഒരുപാടായി ഇവർക്ക് സഹിക്കാൻ പറ്റില്ലാണ്ടല്ലേ, പാവങ്ങളല്ലേ അല്ലേ. ചൂടൊക്കെ ഇതാ ഉണ്ടോ, കൈയൊക്കെ തരും. അങ്ങനെ ഇതൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ
ഗൈസ്, യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പം ഞാൻ പോകുന്ന യാത്ര മേഘാലയയിലേക്കാണ്. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് ആ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക ആ ഒരു സ്ഥലം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മേഘാലയ പോകണം. അപ്പോൾ മേഘാലയയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിന് കിടക്കുന്ന, പൂർണ്ണമായിട്ട് റെക്റ്റാങ്കിൾ അല്ല എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പോലെ കിടക്കുന്ന സ്ഥലമാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഇന്ത്യയിലെ ആസാം എന്ന് പറയുന്ന സംസ്ഥാനമായിട്ട് മാത്രമാണ് മേഘാലയ അതിർത്തി പങ്കിടുന്നത്. അതുപോലെ തന്നെ ഒരു സൈഡിൽ വന്നിട്ട് വെസ്റ്റേൺ അല്ലെങ്കിൽ സദേൺ സൈഡിൽ വന്നിട്ട് ബംഗ്ലാദേശാണ്. അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബംഗ്ലാദേശിൻ്റെ പെർമിറ്റോ വിസയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങോട്ടേക്കൊന്നും പോകാൻ. അപ്പോൾ പക്ഷേ മറുസൈഡ് നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ മൊത്തം ആസാമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങേറ്റം അച്ചോ കുരക്കല്ലേ അഴിച്ചുവിടാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് ഡയറക്റ്റ് ട്രെയിനുള്ളത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ഗുവാഹട്ടി വരെ ട്രെയിനുണ്ട്. ഈ ഗുവാഹട്ടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മേഘാലയ ബോർഡറിൽ നിന്നും ഒരു 15 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും അടുത്താണ് മേഘാലയ പോകുന്നവർക്ക്. ഏറ്റവും അടുത്തെന്ന് പറയുന്നത് നമുക്കൊരു 2-2.5 അല്ലെങ്കിൽ 3 ദിവസത്തോളം എടുത്ത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ആസാം വരെ ഗുവാഹട്ടി വരെ എത്താനായിട്ടൊരു 70 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേഘാലയ ബോർഡറായി. ഗുവാഹട്ടിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഷില്ലോങ്ങിലേക്ക്, മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലേക്ക്. നോർത്ത് ഈസ്റ്റ് ഡിസ്റ്റൻസ് മേഘാലയയുടെ മാക്സിമം ഒരു 200 കിലോമീറ്ററൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് അതുപോലെ തന്നെ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ പറയുന്നത് മാക്സിമം ഒരു 350-400 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസാണ് മേഘാലയ ടോട്ടലി ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മാപ്പിൽ നോക്കി വെച്ചതും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചതാണ്. ഇങ്ങനെ ഇതിനകത്തുള്ള കാഴ്ചകളൊക്കെ അവിടെ പോകുന്ന വഴിക്കൊക്കെ നോക്കി കണ്ടുപിടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ സേഫായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കുക, വില്ലേജിലേക്കൊക്കെ പോവുക, താമസിക്കുക, അവരുടെ പെർമിഷനോടുകൂടി തന്നെ അവരുടെ വീടുകളിലൊക്കെ താമസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ താമസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം നടക്കുമെന്നറിയില്ല. പിന്നെ ടെൻ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് എവിടെ വേണോ രാത്രിയിൽ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റും. പിന്നെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി വെക്കുക, അത്യാവശ്യത്തിനായിട്ടുള്ള ബ്രെഡോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പൊതുവേ ചെയ്യാറ്. പിന്നെ ഈ പറയുമ്പോൾ നാട്ടിൻ പ്രദേശങ്ങൾ കാണുക, വെള്ളച്ചാട്ടം കാണുക, കാടുകൾ, മലകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. ജനവാസ മേഖലകളിൽ തന്നെ രാത്രി ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള കാര്യമാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ യാത്രയിൽ ശ്രദ്ധിച്ച് വയ്ക്കുക. പിന്നെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഒരു 200-250 രൂപ മുടക്കിൽ നമുക്ക് ബഡ്ജറ്റിൽ റൂം കിട്ടുന്ന എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടാകും കേട്ടോ. ഞാനൊക്കെ ഇടയ്ക്ക് ഊട്ടിയിൽ സോളോ ട്രിപ്പ് പോകുന്ന സമയത്ത് വാൽപ്പാറയിൽ ഞാൻ റൂം എടുത്ത് താമസിച്ചത് 200 രൂപയ്ക്കാണ് കേട്ടോ. അത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ അത്രത്തോളം സൗകര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ TV ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 ബെഡും 2 കട്ടിലടക്കം ഒരു TV ഒക്കെ അടക്കം ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം അത്ര പോരായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് സംസാരിച്ച് പരിചയപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, അതും പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ. സോ ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടു. ഒറ്റയ്ക്കും അല്ലാതെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകാമോ എന്ന് ചോദിച്ചിട്ട് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ ഒറീസയിലെ കൊണാർക്കും അതുപോലെ തന്നെ ഗുജറാത്ത്, ഹംപി, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ എനിക്ക് സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നത് പോലെ മാക്സിമം ഞാൻ എൻ്റെ കാഴ്ചകൾ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ നമുക്ക് സമയം ആവശ്യത്തിന് ഇപ്പോൾ ഉള്ളതുകൊണ്ട് എത്ര സമയം എടുത്തിട്ടാണെങ്കിലും യാത്ര ചെയ്യാം. സോ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ ദൈർഘ്യം കൂടിയ യാത്രയാണ്. ഞാൻ പറയില്ലേ, 2 ദിവസത്തിനുള്ളിൽ ഫണ്ട് വരും. അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ സ്പോൺസേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മുടക്കിയിട്ടാണ് പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത്ര നാൾ ജോലി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. ഇപ്പോൾ ഫുള്ള് യൂട്യൂബ് മാത്രമാണ് വരുമാനം. യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ പിന്നെ പാർട്ട് ടൈമായിട്ട് ഓൺലൈൻ ജോബും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പോൾ നിലവിൽ. കൂടുതലും യൂട്യൂബ് തന്നെയാണ്. പക്ഷേ കാര്യമായിട്ടുള്ള വ്യൂസോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വരുമാനമൊന്നുമില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറി നോക്കി, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു കാശ്മീരിൽ നിന്ന് വന്നിട്ട്. ഇന്നത്തെ ഏപ്രിലായി. ഇനി എത്രയും പെട്ടെന്ന് അടുത്ത യാത്ര പോവാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ നമ്മളിനി കാണാൻ പോകുന്നത് മേഘാലയയിലേക്കുള്ള യാത്ര പോകുന്നതിൻ്റെ അന്നേ ദിവസമാണ്.
അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എത്രയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, ബഡ്ജറ്റ് അധികം ഇല്ലെങ്കിലും യാത്ര ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള വരുന്ന വീഡിയോസും മാക്സിമം നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കി ഇടുക. സോ മേഘാലയയിലൊക്കെയുള്ള അടുത്ത യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.